ഞങ്ങൾ ടൗണും പാലസും കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ദസറ ആഘോഷമാണല്ലോ ഇന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ടൗണിൽ കൂടി നടന്നു പോവുകയാണ്. പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. ടൗൺ ഏകദേശം ഉത്തരേന്ത്യൻ നഗരം പോലെ തന്നെയാണ്. ഈ നമ്മളെ ഗല്ലികൾ അതുപോലെ വീടുവഴികളൊക്കെ കൂടിയ സാധാ പോലെ തന്നെ. മാത്രമല്ല ഇവരുടെ ഭാഷ നമ്മൾ കേട്ടിടത്തോളം ഹിന്ദിയാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഇതവിടെ കണ്ട ഒരു സ്വീറ്റ്സാണ്. സ്വീറ്റ്സ് നമ്മൾ റസ്ക് പോലെ തന്നെ ഒരു സംഭവമാണ്. അവിടെ വഴിത്തെരുവിൽ ഉണ്ടാക്കുന്ന സംഭവമാണ്. അത് ഒരു കിലോന് വന്നത് 60 രൂപയാണ്. അതിനകത്ത് ഞങ്ങൾ രണ്ടുപേരും ഓരോ കിലോ വാങ്ങി. കുഴപ്പമില്ലാത്ത നല്ല ക്രിസ്പി ആയിരിക്കുന്ന സാധനം. അപ്പോൾ ഇത് നല്ലൊരു സാധനമായിട്ട് തോന്നുന്നു. ഒരു നല്ല സൗഹൃദപരമായ അന്തരീക്ഷമാണ് അവർ പറയുന്നത്. ഹിന്ദി ഭാഷയാണ്. ഞങ്ങൾ യാത്ര ഇങ്ങനെ നടന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു 10-15 മിനിറ്റത്തെ നടത്തം ഉണ്ടാവും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും വില ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫ്രൂട്ട്സിനൊക്കെ വളരെ വില കുറവായിട്ട് തോന്നിയത്. കാരണം പിന്നെ അത് ഇതിൻ്റെ നമ്മൾ കക്കിരി, നമ്മൾ സാധാരണ ഉത്തരേന്ത്യൻ രീതിയിലേക്ക് കാണുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ ഉപ്പോട് കൂടി കഴിക്കണം. അതുപോലെ പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സുകൾ പാക്കറ്റാക്കി. ഇതൊക്കെ സാധാരണ വിലയാണ്, നോർമൽ വില തന്നെയാണ്. അതുപോലെ നമ്മൾ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ അത് കുറച്ച് പോയിട്ട് ഫ്രൂട്ട്സുകൾ കുറേ ഉണ്ട്. പപ്പായ കുറേ ഉണ്ട്. അതുപോലെ പിന്നെ ജ്യൂസുകളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ സാധാരണ ഉള്ള നമ്മളെ ചോളത്തിൻ്റെ ഒരു പുഴുങ്ങിയ ചോളം നൽകുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രൂട്ട്സിന് വില പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ചു. നമ്മൾ അനാറിന് വില പറഞ്ഞത് ഒരു 50 രൂപയാണ്. കിലോന് 50 രൂപയാണ് പറഞ്ഞത്. അത് നല്ലൊരു കുറവായിട്ട് തോന്നി. അങ്ങനെ ദൂരെ കാണുന്നതാണ് പിന്നെ സ്തൂപം പോലെ കാണുന്ന ഒരു ക്ലോക്ക് ടവർ പോലെയാണ് ഇതൊരു അടയാളപ്പെടുത്തലാ തോന്നുന്നു. ഇത് നമ്മുടെ അനാറിൻ്റെ വില ചോദിച്ച സ്ഥലം എവിടെയാണ്. അനാറിന് ചോദിച്ച വില അവർ പറഞ്ഞാൽ ഒരു കിലോക്ക് 50 രൂപ മാത്രമേ വില ഉള്ളൂ. നല്ല വലിയ രീതിയിലുള്ളത്. ഞങ്ങൾ വില ചോദിക്കുക മാത്രമാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബാഗുകൾ വെച്ച സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങൾ ഒരു ലോക്കൽ പോലെയാണ് തോന്നുന്നത്. സാധനം ക്വാളിറ്റി കുറഞ്ഞ സാധനമായിട്ടാണ് തോന്നുന്നത്. ഫ്രൂട്ട്സിൻ്റെ കാര്യമില്ല പറഞ്ഞത്, ബാക്കിയുള്ള സാധനങ്ങൾ. വാച്ചുകളുണ്ട്, വളരെ ചീപ്പ് റേറ്റ്, വളരെ ലോക്കൽ സാധനങ്ങളാണ്. ഡൽഹിയിൽ കാണുന്ന ക്വാളിറ്റി പോരാ എന്നാണ് തോന്നുന്നത്. അങ്ങനെ പോയി ഞങ്ങൾ അതിൻ്റെ ആ സ്ഥലത്തെത്തുകയാണ്. എവിടെ നമ്മൾ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ. ഞങ്ങൾ പോകുന്നത് പാലസ് കാണാനാണ്. പാലസ് കാണാൻ വേണ്ടി നടക്കാൻ അത്യാവശ്യമുണ്ട്. ദസറ ആഘോഷത്തിന് വേണ്ടി നിറയെ ആളുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടൂറിസം മേഖല ഇന്ത്യയിൽ നിന്ന് മിക്ക സ്ഥലങ്ങളിൽ നിന്നും മിക്ക സംസ്ഥാനത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്. ഹിന്ദി സംസാരിക്കുന്നവരാണ് കൂടുതൽ. കടകളിലും നമുക്ക് കാണാൻ സാധിച്ചത് ഹിന്ദിയാണ് അവർ സംസാരിക്കുന്നത്. എന്ത് പറഞ്ഞാലും കേരള എന്ന് പറഞ്ഞാൽ പോലും ഹിന്ദിയാണ് അവർ കൂടുതൽ സംസാരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു. പാലസിൻ്റെ ദൂരെ കാണുന്നതാണ് സ്തൂപമാണ്. ടിപ്പു സുൽത്താൻ്റെ ഒരു പ്രതിമയാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആകാശത്തിൻ്റെ നിറം കുറച്ച് മഴ ഉണ്ടായിരുന്നു ഉച്ചക്ക്. അതൊക്കെ മാറി നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമായി. വഴിപാണികക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഉത്തരേന്ത്യ ആ രീതിയിൽ തന്നെ ഇവിടെയും കാണാം. അങ്ങനെ പോകുമ്പോൾ സ്തൂപങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിറയെ തെരുവ് കച്ചവടക്കാർ. ഈ സ്തൂപങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ടിപ്പു സുൽത്താൻ്റെ ഒരു സ്റ്റാച്യു ആണ് കാണുന്നത്. ഞങ്ങൾ കടല വാങ്ങി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ചില സ്ഥലത്തെത്തിയ ആളുകൾ കുറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു. ഇവിടെ വഴി ചിലതിൽ ആളുകൾ കുറവാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ആളുകളെ കൊണ്ട് നിറഞ്ഞ് നല്ല തിരക്ക്. ശ്വാസം മുട്ടാൻ പോലും അങ്ങനത്തെ ആ രീതിയിലുള്ള പ്രയാസപ്പെടുന്ന തിരക്കിലായി കുറച്ച് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് തന്നെ നടന്നു. ഈ വഴിയിലൂടെ അങ്ങനെ നടന്ന് പിന്നെ ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ ആളുകളെ അവിടെ ട്രാഫിക് വേറെ രീതിയിലാണ് കാണുന്നത്. കാരണം ആളുകൾ കുറച്ച് ആളുകളെ പാലസിലേക്ക് നടത്തുന്നു. അതിനിടയിലാണ് ഭരണി കച്ചവടം. അതിൻ്റെ വില ചോദിച്ചിട്ടില്ല. അത് ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോൾ ചീപ്പ് റേറ്റ് ആണെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി കാണുന്ന സാധനമാണ് ഇതൊക്കെ. ഞങ്ങൾ പോയിട്ട് പിന്നെ ഇതിലെങ്ങനെ ട്രാഫിക് എങ്ങനെ വെച്ചാൽ കുറേ ആളുകൾ പാലസിൻ്റെ അകത്തേക്ക് കടത്തുന്നു. എന്നിട്ട് കുറച്ച് വണ്ടികൾ ഉള്ളിലേക്ക് പോകുന്നു. പിന്നെ വണ്ടികൾ നിർത്തുന്നു. വീണ്ടും ആളുകൾ കടത്തുന്നു. പിന്നെ വണ്ടി അങ്ങനെ മാറി പോലീസ് അങ്ങനെ നിയന്ത്രിക്കുന്നത്. പിന്നെ ഇത് സമയം അർദ്ധരാത്രിക്ക് 7 മണിക്കാണ് ഇതിൻ്റെ ലൈറ്റിംഗ് ആരംഭിക്കുക എന്നാണ് പറഞ്ഞത്. ഇതാണ് കൊട്ടാരത്തിൻ്റെ കവാടങ്ങളും കാര്യങ്ങളും. ഇവിടെ മുഴുവൻ ലൈറ്റുകളെ കൊണ്ട് അലങ്കരിച്ച് ഇത് മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തോന്നും. അത്രയും ലൈറ്റിംഗാണ് ഇവിടെ ഉള്ളത്. ഇത് ഫുള്ള് പ്രകാശിക്കാനുള്ള സമയം. അതിനു വേണ്ടിയാണ് ആളുകൾ വരുന്നത്. ഈ ആളുകൾ കൂടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ അതിനിടക്ക് പിന്നെ ഇന്നൊരു പ്രത്യേക ദിവസമായതിനാൽ പിന്നെ ആനയുടെ സവാരി. കുറേ ആനകൾ മുകളിലൂടെ അങ്ങനെ പോകുന്നത് കണ്ടു. ആനകൾ അങ്ങനെ ആനകൾ ആഘോഷത്തിൻ്റെ ഒരു രീതിയിലേക്ക് ആനകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഈ ആളുകൾ കൂടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് ഓണാക്കുന്നതിന് മുമ്പായിട്ട് കൊട്ടാരത്തിൽ കയറി പറ്റുക, എന്നിട്ട് ആ ലൈറ്റ് എന്ത് ചെയ്യുക, ആ ലൈറ്റത്തിൽ നിന്ന് വീഡിയോ എടുക്കുന്നു. അത് പ്രത്യേക ഒരു സംഭവമാണ്. അതിനാണ് ഈ ആളുകൾ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്. പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനപ്പോൾ കൊട്ടാരത്തിൽ കൊണ്ടുവരാൻ പോകുന്നു വെച്ചാൽ ആ ലൈറ്റിങ്ങിൻ്റെ നടുവിൽ അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കുക എന്നാൽ അത് വല്ലാത്തൊരു തിളങ്ങുന്ന കൊട്ടാരം പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഫീല് നമുക്കതിൽ ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തിരക്ക് എന്നുള്ളത് പിന്നെ മനസ്സിലായി. അപ്പോൾ ഈ ദസറ എന്നുള്ള ആഘോഷം അത് പ്രത്യേക ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ, അതായത് ശ്രീരാമകൃഷ്ണൻ പിന്നെ രാവണനെ അതിജയിച്ചു എന്ന് പറയപ്പെടുന്ന ചരിത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതായത് നന്മ തിന്മയെ വിജയിച്ചു എന്നാണ് ഇതിൻ്റെ ഉദ്ദേശ്യം. ആ നിലക്കാണ് ഈ ദസറ ആഘോഷിക്കുന്നത്. ദസറ എന്നുള്ള ഇന്ത്യൻ്റെ ഒരു കൾച്ചറിനോട് ഏറ്റവും ആഘോഷമാണ് മനസ്സിലാക്കുന്നത്.